സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിലെ പ്രവർത്തനം വിലയിരുത്തുന്നതിനായി പ്രത്യേക സമിതിയെ നിയോഗിക്കുമെന്ന ആരോഗ്യവകുപ്പിന്റെ പ്രഖ്യാപനം എങ്ങും എത്തിയില്ല. മെഡിക്കൽ കോളേജിൽ അവയവമാറ്റ ശസ്ത്രക്രിയ വൈകിയതിനെ തുടർന്ന് രോഗി മരിച്ച സംഭവത്തിന് പിന്നാലെയായിരുന്നു ആരോഗ്യവകുപ്പിന്റെ പ്രഖ്യാപനം. സംഭവം നടന്ന് ഒരു വർഷം പിന്നിടുമ്പോഴും സമിതി രൂപീകരണം പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വൈകിയതിനെ തുടർന്ന് രോഗി മരണപ്പെട്ട സംഭവം ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലെയും ചികിത്സ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി പ്രത്യേക സമിതി നിയോഗിക്കാൻ ആരോഗ്യവകുപ്പ് തീരുമാനമെടുത്തത്. ആശുപത്രി അധികൃതരിൽ നിന്നുണ്ടാകുന്ന വീഴ്ചകളിൽ സമിതി വിശദമായ അന്വേഷണം നടത്തുമെന്നായിരുന്നു പ്രഖ്യാപനം. തെളിവുകളും മൊഴികളും രേഖപ്പെടുത്തും. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നതിന്റെ കാരണങ്ങളും സമിതി അന്വേഷിക്കും. ആശുപത്രികളിൽ നിരവധി പരിമിതികളുണ്ടെന്ന് ഡോക്ടർമാരുടെ സംഘടന ഉൾപ്പെടെ അന്ന് ആരോപണം ഉന്നയിച്ചിരുന്നു. ഓരോ ജില്ലകളിലെയും ആശുപത്രികളിൽ പ്രത്യേക വിലയിരുത്തൽ നടത്തുമെന്നായിരുന്നു ആരോഗ്യവകുപ്പ് അറിയിച്ചത്. എന്നാൽ സംഭവം നടന്ന് ഒരു വർഷം പിന്നിടുമ്പോഴും സമിതി രൂപീകരണവും നടപടികളുമെല്ലാം പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി. വീഴ്ചകളിൽ കൃത്യമായ നടപടി സ്വീകരിക്കാത്തതാണ് ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയാകുന്നതിന് കാരണമെന്നാണ് ഉയരുന്ന വിമർശനം. ജനം, തിരുവനന്തപുരം.